നിറയെ ചുവന്ന പൂക്കൾ പാതയിൽ സമരം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ട്രേഡ് യൂണിയനും കർഷക സംഘങ്ങളും കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക സംഭാവന ചെയ്തിട്ടുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു സാബ് സി എച്ച് രാഷ്ട്രീയത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെയാണ്. അങ്ങനെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകം രൂപീകരിക്കുന്നതിൽ പങ്കാളിയായി. ബീഡിത്തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. ബീഡിത്തൊഴിലാളികളുടെ സമരത്തിൽ നേതൃത്വം നൽകി ആണ് ആദ്യത്തെ ജയിൽവാസം. അതോടൊപ്പം തന്നെ നമ്മുടെ കാർഷിക മേഖലയിൽ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിൽ കർഷക പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ പങ്കുവഹിക്കുകയുണ്ടായി. അങ്ങനെ 1957 കേരള ആദ്യ നിയമസഭയിലേക്കുള്ള അംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ നാദാപുരത്ത് നിന്ന് സഖാവിൻ്റെ അന്നത്തെ ഭൂപരിഷ്കരണ നിയമത്തെ കരുപിടിപ്പിക്കുന്നതിൽ വലിയ സംഭാവന സി എച്ചിൻ്റെതായിരുന്നു. അപ്പോൾ സി എച്ചിൻ്റെ ജീവിതം എടുത്ത് നോക്കുമ്പോൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100ാം വാർഷികം നമ്മൾ ആചരിക്കുന്ന വേളയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് സംഭാവന ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യപത്രമാണ്. കേരളത്തിൽ കൃഷിക്കാരെ ഭൂമിക്ക് വേണ്ടി, തൊഴിലാളികളെ കൂലിക്ക് വേണ്ടി സംഘടിപ്പിച്ചു. അവരുടെ വർഗ സംഘടനകൾ കെട്ടിപ്പടുത്തു. ഈ സംഘടനകളെ നമ്മുടെ ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അഭേദ്യ ഭാഗമായി തീർന്നു ട്രേഡ് യൂണിയൻ സമരങ്ങളും കർഷക സമരങ്ങളും. ഈ സമരങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ നേടിയ അംഗീകാരമായിരുന്നു 1957 ഐക്യ കേരളത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നത്. അന്ന് ആ പ്രഥമ നിയമസഭയിൽ സി എച്ച് ഒരംഗമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ആ ഭരണത്തിനെതിരായിട്ട് വിമോചന സമരം സംഘടിപ്പിച്ച പാരമ്പര്യമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്കുള്ളത്. ഒരർത്ഥത്തിൽ അവരാരും കരുതിയില്ല 1957 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളത്. കാരണം 52 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്രയോ ചെറിയ ശതമാനം വോട്ട് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയത്. അവിടെ നിന്ന് 5 വർഷം കഴിയുമ്പോഴേക്കും കേരളത്തെ ഭരിക്കാൻ പറ്റുന്ന ജനപിന്തുണയുള്ള പ്രസ്ഥാനമായിട്ട് വളരുകയാണ്. എങ്ങനെയാണ് ഈ ദ്രുതഗതിയിലുള്ള വളർച്ച വന്നത്? അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ജനങ്ങളെ സംഘടിപ്പിച്ചു, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തു. ആ അംഗീകാരം സ്വാതന്ത്ര്യത്തിൻ്റെ പടിവാതിക്കൽ രാഷ്ട്രം എത്തിയപ്പോൾ കേരളത്തിൽ വലിയ ജനകീയ മുന്നേറ്റമായിട്ട് മാറ്റി. വടക്കേ മലബാറിലെ സമരങ്ങൾ, പുന്നപ്ര വയലാറ്, ഇതിലൂടെ എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേടിയെടുത്ത അധീശത്വമാണ് 1957 സർക്കാരിലേക്ക് നയിച്ചത്. ആ സർക്കാർ അങ്ങനെ അധികാരത്തിൽ വന്നത് ലോകത്തെമ്പാടുമുള്ള പിന്തിരിപ്പന്മാരെ ഭയപ്പെടുത്തി. ഇന്നിപ്പോൾ CIAയുടെ രേഖകൾ മുഴുവൻ പുറത്തു വന്നിട്ടുണ്ട്. എത്ര ചങ്കിടിപ്പോടു കൂടിയാണ് കേരളം പോലൊരു സംസ്ഥാനത്ത്
സ്വതന്ത്ര ഇന്ത്യയിൽ ഇങ്ങനെ അറ്റത്തെ കോണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് എങ്ങനെയാണ് സാമ്രാജ്യത്വം നോക്കിക്കണ്ടതെന്ന് വളരെ വളരെ വ്യക്തമാണ് ആ രേഖകളിൽ നിന്ന്. ഞാൻ ഒന്നുകൂടി പറയാം, കേരളത്തിൽ മാത്രമല്ലായിരുന്നു കേട്ടോ നടന്നത്. ഗോട്ടിമാലയിൽ, കോസ്റ്ററിക്കയിൽ, ബ്രസീലിൽ, ബ്രിട്ടീഷ് ഗയാനയിൽ, ഇറാനിൽ, ഇന്തോനേഷ്യയിലെ ചില പ്രവിശ്യകളിൽ, കോങ്കോയിൽ, ഇവിടെയൊക്കെ തെരഞ്ഞെടുപ്പിലൂടെ ഇടതുപക്ഷം അധികാരാരോഹണത്തിലേക്ക്, അധികാരത്തിൻ്റെ വക്കിലേക്ക് എത്തി. അവിടെയെല്ലാം അട്ടിമറി നടത്തി കമ്മ്യൂണിസ്റ്റ് കശാപ്പ് സാമ്രാജ്യത്വം നടത്തി. കേരളത്തിലും അന്ന് നടന്ന വിമോചന സമരത്തിൻ്റെ പിന്നിലെ ദുഷ്ടകരങ്ങൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെതാണ്. പക്ഷെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് പുറത്തുനിന്ന് വന്ന് ഇറാനി ചെയ്ത പോലെ ആയുധം കൊടുത്ത്, അല്ലെ കോങ്കോയിൽ ചെയ്ത പോലെ ആയുധം കൊടുത്ത് അട്ടിമറി നടത്തേണ്ടി വന്നില്ല. ലത്തീൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന പോലെ നേരിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങേണ്ടി വന്നില്ല. കാരണം കേരളത്തിൽ അപ്പോൾ തന്നെ നല്ല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനമുണ്ട്. അത് പള്ളിയുടെ നേതൃത്വത്തിൽ, അതല്ലെങ്കിൽ ഇവിടുത്തെ സമുദായ ശക്തിയുടെ നേതൃത്വത്തിൽ ഉള്ള ചിന്തകൾ വളരെ പ്രബലമാണ്. 57 മുമ്പ് എത്രയോ ലഘുലേഖകൾ കേരളത്തിൽ കമ്മ്യൂണിസത്തിനെതിരായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മാത്രമല്ല, ഇന്നത്തെ പോലെ എന്നും കേരളധ്വനി എന്നും പറഞ്ഞൊരു പത്രമൊക്കെ അമേരിക്കൻ പണം കൊണ്ട് തുടങ്ങിയെങ്കിലും അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് മനോരമയും ദീപിക അടക്കമുള്ള പത്രങ്ങൾ ഈ സമരത്തിന് അനുകൂലമായിട്ടുണ്ട്. അപ്പം പ്രചാരണത്തിന് അവരുടെ ആവശ്യമില്ല. അട്ടിമറിയാണെങ്കിൽ നെഹ്റുവിൻ്റെ ഇന്ത്യയിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ സകലമാന പിന്തിരിപ്പന്മാരെയും ഒന്നിപ്പിച്ചുകൊണ്ട് വലിയൊരു സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം, വിമോചന സമരം എന്നുള്ള രീതിയിൽ ആരംഭിച്ചത്. അത് കേരളത്തിൽ സൃഷ്ടിച്ച പ്രത്യാഘാതം വളരെ വളരെ വലുതാണ്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇന്നും തുടരുകയാണ്. ഉദാഹരണത്തിന്, ഇന്നും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വരുമ്പോൾ കേരളം താഴെയാണ്. നമ്മുടെ സർക്കാർ നിയമം മാറ്റുന്നു, പുതിയ ചട്ടങ്ങൾ കൊണ്ടുവരുന്നു, ഏകജാലക സംവിധാനം കൊണ്ടുവരുന്നു. എന്നാലും പുറത്തു പോയിട്ട് കേരളത്തെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുമ്പോൾ ഇവിടെ ആകെ പ്രശ്നമാണ്. ഒരു പ്രശ്ന സംസ്ഥാനമായിട്ട് കേരളത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം സൃഷ്ടിച്ചെടുത്തത് ഈ വിമോചന സമരമാണ്. കമ്മ്യൂണിസ്റ്റ് ദുർഭരണം, കമ്മ്യൂണിസ്റ്റ് ഭീകരത, സമരം, അട്ടിമറി, അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യമൊക്കെ കമ്മ്യൂണിസ്റ്റുകാരിൽ ആരോപിച്ചു. ഈ ഒരു വിശ്വാസം, ഈ ഒരു മുൻവിധി ലോകത്തും ഇന്ത്യയിലും എമ്പാടും സൃഷ്ടിക്കുന്നതിൽ വിമോചന സമരം വലിയ പങ്കുവച്ചു. ഇപ്പോഴും നമ്മളതിന് പുറത്ത് കടന്നിട്ടില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കുതിപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ആ കുതിപ്പിന് താൽക്കാലികമായിട്ട് തടയിടുന്നതിന് കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ കരുതിയ പോലെ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ജയിക്കില്ല എന്നുള്ളത് 10 വർഷം വേണ്ടി വന്നില്ല തിരുത്താനായിട്ട്. പക്ഷേ 40കളുടെ അവസാനം മുതൽ 50കളുടെ മധ്യം വരെ ഉണ്ടായിരുന്നൊരു വളർച്ചയുണ്ടല്ലോ, ആ വളർച്ചയിലൂടെ മുന്നേറ്റം വെച്ചു. ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഹാലിയിളക്കം പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കുള്ള ഒഴുക്കിന് വിലങ്ങുതടിയായിട്ട് മാറി. എന്തെല്ലാം വൈകൃതങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ സമരം സൃഷ്ടിച്ചു. അന്ന് 57 ഭൂപരിഷ്കരണ നിയമം പാസ്സായിരുന്നെങ്കിൽ, CHO ഒക്കെ പങ്കാളിയായിരുന്ന ഭൂപരിഷ്കരണ നിയമം പാസ്സായിരുന്നെങ്കിൽ അന്നത്തെ മിച്ചഭൂമി മതിയായിരുന്നു ഭൂരഹിതരായവർക്കൊക്കെ ഭൂമി നൽകാൻ. 71 നിയമം നടപ്പാവുന്ന കാലമായപ്പോഴും 10 വർഷക്കാലത്തിനിടയിൽ 10-12 വർഷം ഒരു വ്യാഴവട്ടമായപ്പോഴേക്കും ഈ മിച്ചഭൂമിയൊക്കെ തിരിമറിയപ്പെട്ടു പോയി.
അതുകൊണ്ട് ഭൂപ്രശ്നം കേരളത്തിൽ പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമായിട്ട് മാറി. 57 നമ്മുടെ അധികാര വികേന്ദ്രീകരണം അട്ടിമറിക്കപ്പെട്ടത് കൊണ്ട് പിന്നെ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു എന്നുവരെ ജനകീയ ആസൂത്രണം വരെ അധികാരം താഴേക്ക് നൽകാൻ. ഇത്തരത്തിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരായിട്ട്, സർക്കാരിനെതിരായിട്ട് സർവമാന പേരും എല്ലാവിധ സാമുദായിക ശക്തികളും രാഷ്ട്രീയ പാർട്ടികളും അമേരിക്കയുടെ പിന്തുണയോട് നടത്തിയ ആ വലിയ വിമോചന സമരമുണ്ടല്ലോ, ആ വലിയ കടന്നാക്രമണം, അതിന് സമാനമായിട്ടുള്ള ഒരു സമീപനം ഇന്ന് കേരളത്തിൽ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരായി, പിണറായി വിജയൻ സർക്കാരിനെതിരായി BJP, ജമാഅത്ത് ഇസ്ലാമി, UDF എല്ലാം ഒരു അവിശുദ്ധ സഖ്യത്തിലേക്ക് നീങ്ങാനുള്ള കരുക്കൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമിയും SDPയും എല്ലാം ലീഗിനോടൊപ്പം UDFനൊപ്പം അണിനിരക്കാനായിട്ട് ഒരു പരസ്യധാരണയിലേക്ക് വന്നിട്ട് ഇപ്പോഴും അവരുടെ പ്രതീക്ഷ എല്ലാ മണ്ഡലങ്ങളിലും അല്ല, നിർണായകമായ ഒരെണ്ണം മണ്ഡലങ്ങളിൽ BJP ആയിട്ട് കൂടി നമുക്കൊരു ഐക്യമുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പോൾ നടക്കുന്ന പേക്കൂത്ത് സമരങ്ങളിൽ അത്തരമൊരു നിലപാട് പതുക്കെ പതുക്കെയാണെങ്കിലും കരുപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ തകരുക എന്നുള്ളത്. എന്തുകൊണ്ടാ ഈ ഇന്ത്യ രാജ്യത്ത് ഇന്ന് ഈ ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരായിട്ടൊരു ബദൽ ഉയർത്തുന്ന ഏക പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്, ഏക സർക്കാർ കേരള സർക്കാരാണ്. അവരുടെ കണ്ണിലെ കരടാണ്. എങ്ങനെയെങ്കിലും ഇതിനൊന്ന് ഒഴിവാക്കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തങ്ങൾക്ക് ബദലില്ല. കാരണം കോൺഗ്രസ് അടക്കമുള്ളവർ സാമ്പത്തിക കാര്യങ്ങളിലെങ്കിലും പൂർണ്ണമായിട്ടും BJPയോടൊപ്പമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രമല്ല, ഇനിയുള്ള ഹിന്ദുത്വത്തിൻ്റെ കാലമാണ്, നമ്മൾ മാറി നിന്ന് നമ്മൾ ഒറ്റപ്പെട്ടു പോകും എന്നാണിപ്പോൾ ആം ആദ്മി പാർട്ടി കരുതുന്നത്, എന്നാണ് കോൺഗ്രസ് തന്നെ കരുതുന്നത്. അവർ BJP ആയിട്ട് ചെറിയ മത്സരത്തിലാണ്, മൃദു ഹിന്ദുത്വ സമീപനം. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഈ BJPക്കെതിരായിട്ട് ഒരു ബദലെന്ന് പറയുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രമല്ല, രാഷ്ട്രീയമായിട്ട് നോക്കിയാലും ഓരോ പ്രശ്നം എടുത്തോളൂ അതിന് ഘടകവിരുദ്ധമായ നിലപാട്. ആ നിലപാട് ഇന്ത്യ മുഴുവൻ അംഗീകരിപ്പിച്ചെടുക്കാനുള്ള ശേഷിയൊന്നുമില്ല, പക്ഷെ അതുണ്ട്. ആ കലാപത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഇടതുപക്ഷം. അതിൻ്റെ ഒരു സർക്കാരിനെ തകർക്കാന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ആവശ്യമാണ്. ലോക സാമ്രാജ്യത്വ ശക്തി അമേരിക്ക, അവരെ സംബന്ധിച്ചിടത്തോളം ലത്തീൻ അമേരിക്കയിലെ അമേരിക്കൻ വിരുദ്ധ വികാരം, അതിനെ തകർക്കുന്നതിന് വേണ്ടി അവിടുത്തെ സർക്കാരുകൾക്കെതിരായിട്ട് എന്ത് വലിയ കുരിശുദ്ധം നടത്തുന്നത്. എന്തൊക്കെ പാതകങ്ങളാണ് വെനീസ്വേലൻ സർക്കാരിനെ തകർക്കാൻ വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മക്കാർത്തിയും മറ്റും എന്താണോ കമ്മ്യൂണിസത്തിനെതിരായിട്ട് സമീപനം കൈക്കൊണ്ടത്, അതാണ്ട് അതുപോലുള്ളൊരു നിലപാടാണ് ഇന്നിപ്പോൾ ട്രംപ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വമുണ്ടോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ, അമേരിക്കയിലേക്ക് വരണ്ട എന്നാണ് കക്ഷി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള സർക്കാരിന് കേരളത്തോട് വല്ല പ്രിയമുണ്ടാവും. അതുകൊണ്ട് 57 എന്ന പോലെ, വിമോചന സമര കാലത്തെന്ന പോലെ നമ്മുടെ നാട്ടിലെ പിന്തിരിപ്പൻ ശക്തികൾ, നമ്മുടെ നാട്ടിലെ കേന്ദ്ര സർക്കാർ, സാമ്രാജ്യത്വം, ഇവരെല്ലാവരും വിമോചന സമരം എന്ന് വിളിച്ചിട്ടില്ലെങ്കിലും
ഈ സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ട്, താഴെ ഇറക്കാന്ന് പറഞ്ഞാൽ 5 വർഷം ആറായി, അല്ല അടുത്തൊരു ടേം ഉണ്ടാവരുത്, ഒരു തുടർഭരണം ഇല്ലാതെ ഉണ്ടാവരുത് എന്ന കാഴ്ചപ്പാടോടുകൂടി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയത്തിൽ. എന്തുകൊണ്ടാണ് ഈ വിഭ്രാന്തി വന്നിരിക്കുന്നത്? ഈ കോവിഡ് കാലത്ത് പോലും മനോദര തെറ്റിയവരെ പോലെ ആക്രോശിച്ച് സമരം ചെയ്യാനും ബഹളം വെക്കാനും ഒക്കെ തെരുവിലിറങ്ങാനും ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? അത്രക്ക് വലിയൊരു ഭയപ്പാട് അവരെ ഗ്രസിച്ചിരിക്കുകയാണ്. കേരളത്തിൽ തുടർഭരണം ഉണ്ടാവും എന്ന് ഒരു ചാനൽ നടത്തിയ അഭിപ്രായ സർവേ വന്നതോടുകൂടി സകല സമനിലയും തെറ്റി ഈ സമരത്തിനും ബഹളത്തിനുമായിട്ട് ഇറങ്ങുകയാണ്. എന്തുകൊണ്ടാണ് കേരള സർക്കാരിന് ഇത്തരത്തിൽ ജനഹൃദയങ്ങളിൽ ഒരു സ്ഥാനം വന്നത്? ഒരു തുടർഭരണം ഉണ്ടാവും എന്നുള്ള ഭയപ്പാട് പ്രതിപക്ഷത്തിനാകെ വന്നത്? കാരണം അത്ര വലിയ കാര്യങ്ങളാണ് ഈ സർക്കാർ ചെയ്തിട്ടുള്ളത്. എല്ലാ ഇടതുപക്ഷ സർക്കാരുകളും പാവങ്ങളോട് എന്നും കരുണയുണ്ടായിരുന്നിട്ടുള്ള സർക്കാരുകളാണ്. പെൻഷൻ, മറ്റാനുകൂല്യങ്ങൾ ഇതൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്തിട്ടുള്ള സർക്കാരുകളാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ സർക്കാർ സാമൂഹ്യക്ഷേമ രംഗത്തെടുത്തിട്ടുള്ള നടപടികൾ ഒരു തുടർച്ചയാണെന്ന് പറയാം, ഇടതുപക്ഷ നിലപാടുകളുടെ തുടർച്ചയാണ്. അത് അത്ഭുതപ്പെടുന്നൊന്നില്ല. എങ്കിലും ഇന്നുള്ളതിന് ചെയ്യുന്നതിനൊരു വലുപ്പമുണ്ടല്ലോ, അത് ചിന്തിക്കാൻ കഴിയില്ലെന്ന്. 600 രൂപ ഉണ്ടായ പെൻഷൻ 1400 ആക്കി, ഇനിയും കൂട്ടുമെന്നാണ് പറയുന്നത്. റേഷൻ ഉണ്ട്, അതിന് പുറമെ ഫ്രീ കിറ്റ് എല്ലാവർക്കും വീടുകളിൽ എത്തിക്കാം. സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങൾ, ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സ്കൂളുകളുള്ള സംസ്ഥാനമായില്ലേ? ഈ കേരളത്തിലെ ഏതാണ്ട് എല്ലാ കെട്ടിടങ്ങളും നമ്മൾ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഈ സ്കൂൾ കെട്ടിടങ്ങൾ. ഏത് സ്കൂളിലാണ് കേരള സർക്കാരിൻ്റെ സഹായഹസ്തം എത്താത്തത്? അല്ലെങ്കിൽ ആശുപത്രികൾ, പാതി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും ഒ പി ഉണ്ട്. ഡോക്ടർമാരുടെ നേഴ്സുമാരുടെ എണ്ണം ഇരട്ടിയായി. സുലഭമായിട്ട് മരുന്ന്. നമ്മുടെ താലൂക്ക് ആശുപത്രികളൊക്കെ എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ കൺമുമ്പിൽ വിസ്മയം പോലെ. ഈ ആശുപത്രികൾ, അവിടുത്തെ രോഗത്തിൽ ചികിത്സക്ക് വരുന്നവരാരാ? സാധാരണക്കാരല്ലേ. UDF ഭരിക്കുമ്പോഴേ 38% ആളുകളാണ് നമ്മുടെ പൊതു ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചെന്നുകൊണ്ടിരുന്നത്. ഇപ്പം 48% കേന്ദ്ര സർക്കാരിൻ്റെ കണക്കാണ്. 5 ലക്ഷം കുട്ടികളാണ് വന്നത്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത്, ക്ഷേമ പെൻഷനുകൾ, കിറ്റ്, കുടുംബശ്രീ വഴി മാത്രം നമ്മൾ 2000 കോടി രൂപ 3000 കോടി രൂപ ജനങ്ങൾക്ക് വായ്പ നൽകിയിട്ടുണ്ട്. അവർക്ക് നൽകുന്ന വായ്പകൾ ഇതെല്ലാം സമാനതകളില്ലാത്തതാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നം പുതിയതല്ല, പണ്ടേ ഉള്ളതാണ്. കേരളത്തിലെ സർക്കാരുകൾ ഇങ്ങനെ സാമൂഹ്യക്ഷേമ രംഗങ്ങളിൽ വലുതായിട്ട് മുതൽ മുടക്കുന്നതുകൊണ്ട് അവർക്ക് മൂലധന നിക്ഷേപത്തിന്, റോഡുകൾ പണിയാൻ, പാലങ്ങൾ പണിയാൻ, കെട്ടിടങ്ങൾ പണിയാൻ, പാർക്കുകൾ ഉണ്ടാക്കാൻ ഇതിനൊന്നും വേണ്ടത്ര പണം തികയത്തില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ കേരളം നമ്പർ 1 ആണ് സാമൂഹ്യക്ഷേമ രംഗങ്ങളിൽ. പക്ഷേ കേരളത്തിലെ റോഡുകൾ, കേരളത്തിലെ വൈദ്യുതി ലഭ്യത, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ കേരളം വളരെ പുറകിലാണ്. കേരളം ഇങ്ങനെ പുറകിലായതുകൊണ്ട്
അല്ലെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് മുൻവിധിയുണ്ട്, കേരളത്തിൽ നിക്ഷേപം നടത്തിയ അപകടമാണ് എന്നൊക്കെ 59, 57, 59 പറഞ്ഞു പരത്തിയതിൻ്റെ ചുരുക്കി ഇപ്പോഴും പോയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഈ പ്രചാരണം നിലനിൽക്കുമ്പോൾ അതിനോടൊപ്പം വരും അവിടെ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി ഓടിച്ച് സമയത്ത് ചെല്ലാൻ പറ്റത്തില്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ വൈദ്യുതി കിട്ടത്തില്ല, അവിടെ പെട്ടെന്നൊരു വ്യവസായം ആരംഭിക്കണമെങ്കിൽ അവിടെയുള്ള വ്യവസായ സൗകര്യങ്ങളില്ല, പാർക്കുകളില്ല എന്നൊക്കെ ഉള്ളത് വലിയ തടസ്സമായിട്ട് വന്നു. ഇതായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ. ഗൾഫിൽ നിന്ന് പണവരുമാനം ഒത്തിരിയുണ്ട്, പക്ഷെ ആ പണമൊക്കെ ബാങ്കിൽ കിടന്ന് പുറത്തോട്ട് പോകുന്നതല്ല, നമ്മുടെ നാട്ടിൽ വ്യവസായമായിട്ട് മാറുന്നില്ല. ഇതിനൊരു മാറ്റം വരുത്തണമെങ്കിൽ കേരളത്തിൽ വ്യവസായ പാർക്കുകൾക്ക് മുടക്കാൻ, വൈദ്യുതിക്ക് മുടക്കാൻ, റോഡുകൾക്ക്, കെട്ടിടങ്ങൾക്ക്, പാലങ്ങൾക്കൊക്കെ വലിയ തോതിൽ പണം മുടക്കണം. അത് ഈ സർക്കാർ ചെയ്തു. അത് ഈ സർക്കാരിൻ്റെ തനിമയാണ്. 60,000 കോടി രൂപക്കാണ് കിഫ്ബിയിൽ നിന്ന് ഈ പശ്ചാത്തല സൗകര്യങ്ങൾക്ക് വേണ്ടി മുതൽ മുടക്കാൻ അനുവാദം കൊടുത്തിട്ടുള്ളത്. ഇതിക്ക് മുമ്പ് ഏതെങ്കിലും കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഇതുവരെ നമ്മൾ പിന്തിരിപ്പന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിലെ പോലെ സാമൂഹ്യക്ഷേമം വർദ്ധിപ്പിച്ചാൽ പിന്നെ അവിടെ വ്യവസായമൊന്നും ഉണ്ടാവില്ല. സാമ്പത്തിക നീതിയും സാമ്പത്തിക വളർച്ചയും വിപരീത ദശകളിലേക്ക് പോകുന്ന പ്രവണതകളാണ്. അതുകൊണ്ട് കേരളത്തിലെ വികസനാനുഭവം സാമ്പത്തിക വളർച്ചക്കത് വിലങ്ങുതടിയാണ് എന്നുള്ളതാണ് എന്നൊക്കെ വാദിച്ചവരുണ്ട്. നമുക്കാണെങ്കിലോ സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയുള്ള പശ്ചാത്തല സൗകര്യങ്ങളിൽ മുതൽ മുടക്കാൻ പണവുമില്ല. ഇതെങ്ങനെ മറികടക്കും? അതിനൊരു ഉപായം, അതിനൊരു ഉപാധി ഇന്നത്തെ കേരള സർക്കാർ കണ്ടെത്തി. കിഫ്ബി വഴി നാട്ടിൽ നിന്നും വിദേശത്തു നിന്നും എല്ലാം പണം സമാഹരിച്ച് ഇന്ന് നമുക്ക് വേണ്ടുന്ന പശ്ചാത്തല സൗകര്യങ്ങളിൽ നിക്ഷേപിക്കുന്നു. കിഫ്ബി കേരള സർക്കാരല്ല, സർക്കാരിന് പുറത്തുള്ളൊരു കമ്പനിയാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അനുവാദം വേണ്ട. സർക്കാർ വാങ്ങിയണമെങ്കിൽ അനുവാദം വേണം, അവർ സമ്മതിക്കത്തില്ല. ഉള്ള വായ്പ തന്നെ വെട്ടിക്കുറക്കാൻ നോക്കുകയാണ്. ഈ വർഷവും അവരിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കിട്ടേണ്ട 7,000 കോടിയെങ്കിലും വെട്ടിക്കുറക്കാൻ പറ്റുമെന്നാണ്. ഈ പ്രയാസം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നഷ്ടപരിഹാരം GSTയുടെ ഇപ്പം കിട്ടണം, പിന്നെ കിട്ടിയാൽ പോരെന്ന് നമ്മൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അങ്ങനെ നടക്കട്ടെ. അപ്പോൾ കിഫ്ബിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ നിയമമൊന്നും ബാധകമല്ല. എന്നുവെച്ചാൽ ബാക്കി എല്ലാ ഇന്ത്യയിലെ കമ്പനികളും പോലത്തെ ഒരു കമ്പനിയാണ്, അവർക്ക് വായ്പ എടുക്കാം. വായ്പ എടുക്കുന്നത് എങ്ങനെ തിരിച്ചു കൊടുക്കും? പ്രതിപക്ഷമടക്കം അംഗീകരിച്ചിട്ടുള്ള രീതിയുണ്ട്. കിഫ്ബിക്ക് നമ്മുടെ മോട്ടോർ വാഹന നികുതിയുടെ പാതി പണം എല്ലാ കാലത്തും നൽകിക്കൊണ്ടിരിക്കണമെന്ന്. അത് കൊടുത്താൽ മതി, അത് കൊടുത്തേച്ചാൽ മതി. കിഫ്ബിക്ക് എടുക്കുന്ന വായ്പയൊക്കെ തിരിച്ചടക്കാൻ പറ്റും. നമ്മളിപ്പോൾ ലൈഫ് മിഷന് ഹഡ്കോയിൽ നിന്ന് വായ്പ എടുക്കുന്നില്ലേ? മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും അവരുടെയൊക്കെ ഭാവി വരുമാനത്തിൽ നിന്നല്ലേ തിരിച്ചടക്കുന്നത്? അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ വായ്പ എടുക്കുന്നത്? EMS പാർപ്പിട പദ്ധതി അങ്ങനെ നടപ്പാക്കിയത്. ഇപ്പോൾ ഈ വർഷത്തോട് EMS പാർപ്പിട പദ്ധതിക്ക് എടുത്ത മുഴുവൻ കടവും പലിശയും വീട്ടിൽ തിന്നിരിക്കും. ഇതുപോലെ തന്നെയാണ് കിഫ്ബി. ഇങ്ങനെ ഒന്ന് ചിന്തിക്കാൻ ഇതിക്ക് മുമ്പുള്ള സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ കേരള സർക്കാർ അത്തരത്തിൽ നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് പുതിയൊരു മാർഗം സൃഷ്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ പശ്ചാത്തല സൗകര്യം ഉണ്ടാവുമ്പോൾ ഒരു സംശയവും വേണ്ട, നിക്ഷേപകർ കേരളത്തിൽ വരും. അങ്ങനെ കേരളം സോഷ്യലിസം ഒന്നും കൊണ്ടുവരില്ല, പക്ഷേ സാമൂഹ്യക്ഷേമവും അതോടൊപ്പം സാമ്പത്തിക വളർച്ചയും ഉറപ്പുവരുത്തുന്ന ഒരു പുതിയ വികസന വഴിത്താര തുറക്കുകയാണ്. ഇന്നത്തെ ഫെഡറൽ സംവിധാനത്തിനുള്ളിൽ
കൂടുതൽ ജനാധിപത്യപരമായ സാമൂഹ്യക്ഷേമം ഉറപ്പുവരുത്തുന്ന, അതോടൊപ്പം സാമ്പത്തിക വളർച്ചയും നേടുന്ന ഒരു പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ്. കേരളം ഒന്നാമത് ക്ഷേമത്തിന് മാത്രമല്ല, സാമ്പത്തിക വളർച്ചയിലും. അങ്ങനെ ഒരു മാതൃക ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിന് നൽകുന്ന കരുത്ത് ചെറുതാണ്. ഇതാണ് പിന്തിരിപ്പന്മാരെ അലോസരപ്പെടുന്നത്. രാഷ്ട്രീയം മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന കേരളം അവർക്ക് തലവേദനയാണ്. BJP കിണഞ്ഞ് ശ്രമിച്ചിട്ടും കേരളത്തിൽ ഒരു MLA ഇതുവരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതും കോൺഗ്രസിന്റെ ഔദാര്യം കൊണ്ട്. നമ്മുടെ മാത്രം കരുത്തല്ല, കേരളത്തിന്റെ വലിയ മതനിരപേക്ഷ പാരമ്പര്യമുണ്ട്. നമ്മുടെ നവോത്ഥാനത്തിൽ നിന്ന് ആരംഭിക്കും. അതിനോടൊപ്പം നമ്മുടെ ഈ ബദൽ സാമ്പത്തിക മാതൃക കൂടി ചേരുമ്പോൾ അത് ഇടതുപക്ഷത്തിന് നൽകുന്ന കരുത്ത് വളരെ വളരെ വലുതാണ്. അത് അട്ടിമറിക്കണം. അതിനുവേണ്ടിയുള്ള സന്നാഹമാണ് ഇന്ന് നടക്കുന്ന സർക്കാർ വിരുദ്ധ പ്രചാരണം, പ്രക്ഷോഭം. അതിനെ മറികടന്നുകൊണ്ട് കേരളത്തിൽ എങ്ങനെ തുടർഭരണം സൃഷ്ടിക്കാം എന്നുള്ളതാണ് CH ദിനത്തിൽ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടുന്ന കാര്യം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും സ്വയം സമർപ്പിതമായിട്ട് പ്രവർത്തിക്കേണ്ടത്. ഒരിക്കൽ കൂടി എല്ലാ സഹാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.